നമ്മളുടെ ലിസ്റ്റിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങള് ഇവിടുത്തെ അവരുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ. ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രൊമോഷന് പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണം, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ്, ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തുപോയിട്ട് പ്രൊമോഷൻസ് ഒക്കെ തീർത്തത്. ഇതൊരു പ്രൊമോഷന്റെ ഭാഗം പോലുമല്ല. അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പടം നാളെ ഇറങ്ങുന്ന കാര്യം ഒന്ന് ഉറക്കെ പറയോ? ഓക്കെ, കാണില്ലേ? അതുകൊണ്ടാ, ഇത് തന്നെയാണ്, ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രൊമോഷൻസ് ആദ്യം കുറേയോട് തീർത്തിട്ട് അവസാനം വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഒരുപാട് സന്തോഷം. ഇത്രയും കാലമായിട്ടും നിങ്ങളെല്ലാവരുടെയും മാധ്യമങ്ങളെ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയില് കുറേ അതിന്റെ ബേസിൽ പറഞ്ഞ കാര്യം, ബേസിൽ വെറുതെ പറയാനാണ്, അവൻ നല്ല പണിയെടുക്കുന്നതാണ്. ലോക്ക്ഡൌണിലൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും അതിലൊന്ന് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. തിരുവിനയം കൊണ്ട് പറഞ്ഞതാണ് അവൻ അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന്. മിന്നൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ. ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. ഇതൊന്നും നമ്മളാരും അമാനുഷികരല്ല. നമുക്കെല്ലാവർക്കും ഉറക്കം വേണം, നമുക്കെല്ലാവർക്കും വയ്യായ്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോട്ടുകൾ മാത്രമല്ല, സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടമാണ്. അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും. ഇവനും മരണമാസത്തിന്റെ പ്രമോഷണത്തിന് ഞാൻ എക്സ്പ്രസ് മേടിച്ചു കൊടുക്കും. അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, ശരിക്കും നമുക്കെല്ലാവർക്കും ഇപ്പൊ 8 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും? അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല. അത് ആ ഒരു ഉദ്ദേശശുദ്ധി ജിതിന്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സുഹിതേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ അന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ചും കൂടെ വളർത്തി. അങ്ങനെയല്ലേ നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അവര് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിന്റെ പരമാവധി നമ്മളുടെ പിള്ളേരോട് ചെയ്യില്ലേ? നമ്മുടെ പാരൻസ് നമ്മളോടും ചെയ്തില്ലേ? ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട്, ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ളൊരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് സിനിമ നന്നാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല, വേറെയും കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജ്യോതിക്കാവ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻട്രി ഏട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് പോലത്തെ ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അത് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട്, രാവിലെ ഒരു 6-7 മണി മുതൽ വൈകിട്ട് ഒരു 9:30 വരെയാണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ്. ആ കോൾ ഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റയിലേക്ക് പോകും. എല്ലാവർക്കും
അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ഡാറ്റ ഡബിൾ ആകുമ്പോൾ 2 ദിവസത്തെ എക്സ്പെൻസ് ആണത്. അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി. ഇപ്പോൾ നമുക്ക് ഷൂട്ടിങ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം, കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കയറിയിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു 10-60 ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നനച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി. അന്ന് ആ 9:30 നമുക്ക് ഷൂട്ട് തീർന്നില്ല. ഒരു 2 മണി വരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു. പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വേണ്ട, ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന്, നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലല്ലോ സംഭവിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 ഡേ സിംഗിൾ ബാറ്റർ മതി, ഡബിൾ ബാറ്റർ വേണ്ട എന്ന് പറഞ്ഞത്. ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കോൺവെർസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോടെല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതിനേക്കാളുപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 ദിവസത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ഒരു സംഘം ആളുകൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത്. ഇതിനകത്ത് ഞാൻ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, ഞാൻ അത് റിപ്പീറ്റ് ആയിരുന്നു. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തൂ. ഞങ്ങൾ കണ്ട സ്വപ്നം, ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും. പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുഹിതേട്ടനായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, തുടക്കം മുതൽ അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട്, പിന്നെ ചിരിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ അന്ന് സുന്ദരനായിരുന്നു. ഒരു സപ്പോർട്ട് സിസ്റ്റം സുന്ദരനായിരുന്നു. നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം. നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം, മോശമായി ചെയ്താൽ വിമർശിക്കണം. ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ആ സമയത്തെ ഊർജം. എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും, ഇപ്പോൾ ജിതിനാണെങ്കിലും എനിക്കറിയാം ഈ 8 കൊല്ലത്തിനിടയ്ക്ക് ജിതിൻ താഴ്ന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുചേട്ടൻ തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ പിന്നെ ജിതിനാണെങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു, ജിതിന് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ചെയ്യും, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. കാര്യം നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യും, നീ എന്നെ വെറുക്കും. പക്ഷെ ഒരു ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാറ്, നീ മനസ്സിലാക്കിക്കോ, ഇതൊക്കെ വേണ്ടി വരും സിനിമ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. നമ്മൾ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ മനുഷ്യരൊന്നുമല്ല, ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ തുടങ്ങിയത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടുകൊണ്ടും തന്നെയാണ്. ഇത് നന്നാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല. നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്, നമ്മളെല്ലാവരും ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം എൻ്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും, എൻ്റെ മാനേജർ ഗോകുലുണ്ട്, അവൻ ഇതിന് സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ്. അവൻ ഇതെല്ലാം മാനേജ് ചെയ്തു തന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകരും തയ്യാറായതുകൊണ്ടാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ്, അവരെ പ്രമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രമോഷനൊന്നും നടക്കില്ല. അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ ഇറങ്ങിയത്. ഇനി തിരിച്ച് വന്നിട്ട് വീണ്ടും ഇതിൽ പോകണം. അതുപോലെ
ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്, സാറ്റിസ്ഫൈഡാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ്, വളരെ പുതിയ അനുഭവമാണ്. ഞങ്ങൾ ആരും ഇതിനു മുമ്പ് ഒരു 3D സിനിമ ചെയ്തിട്ടില്ല. അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക. നമ്മൾ ഒരു സിനിമ ഒരു ഭാഷയിൽ നമ്മൾ സെൻസർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മളത് UFO, സ്ക്രാബിൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അത് തിയേറ്ററിലേക്ക് വരുന്നു, ആളുകൾ കാണുന്നു, ആസ്വദിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 5 ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത്. അവിടെ 5 സെൻസർ ഉണ്ടായിരുന്നു. ആ 5 സെൻസർ ഒരു കാരണവശാലും നടക്കൂല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നു. ചിലപ്പോൾ ഞങ്ങളുടെ ഇന്റൻഷൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം, ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം, സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും പാവപിടിച്ചവന്മാരും ഇത് കൊണ്ടുപോകട്ടെ. അങ്ങനെ അവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല. ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കാൻ ഒരു വേർഷനെ കാണുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമയെ എടുത്തൊന്നും നടക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത് 2 വേർഷനും 3 വേർഷനൊക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിനും ഇത് ഇറക്കി തന്നത്. അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ 5 കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് പേടിച്ചത്. പക്ഷെ നമുക്ക് 2D ഉണ്ട്, 3D ഉണ്ട്. അതുകൊണ്ട് 10 കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം. ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ 120 GB, ചിലതൊക്കെ 1.4 TB ഒക്കെയുള്ള ഫയലാണ്. സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു. അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായവർ മാത്രമല്ല, 3Dക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ച 3Dയുടെ ആൾക്കാരാണെങ്കിലും CGയുടെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജാറിന് ഉൾപ്പെടെയുള്ള മിക്സിങ്ങിൻ്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പൊ അപ്പുവിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പുവൊക്കെ പുറം ലോകം കണ്ടിട്ട് തന്നെ കാലം കുറേ തോന്നി. ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ്. ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നമ്മളിത് ടോട്ടൽ 120 ഔട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടിരുന്നത് പല കൺട്രീസിലേക്കായിട്ട്. അതുപോലെ ഈ സിനിമ പ്രൊമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മളോട് നമ്മളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അതവർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ 1 മാസം ഇവിടെ തന്നെ നിന്ന് പ്രൊമോഷൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി, തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുംബൈലെ പോലുള്ള, മൈത്രി പോലുള്ള, AA ഫിലിംസ് പോലുള്ള, 5 സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ സിനിമ ഇങ്ങനെ വിതരണത്തിനെടുക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊക്കിലൊതുങ്ങാത്താണ് കൊത്തിയത്. പക്ഷെ അത് കൊത്തിപ്പോയി. ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ നടക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് തീർത്തത്, അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു. തള്ളിപ്പറഞ്ഞവരുണ്ട്, കളിയാക്കിയവരുണ്ട്, തകർത്തവരുണ്ട്. പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ. പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്, ആരോടും പരാതിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാര്യം ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും, നാളെ തന്നെ എന്തായാലും വരും. പക്ഷെ അതിനു മുമ്പ്
അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട്, ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പടം 3Dയിലും 2Dയിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടും കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമല്ലല്ലോ കാര്യം, പടത്തിലല്ലേ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം. ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു നോക്കോ, കണ്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് നല്ലതെന്ന് പറയണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ 4 പേരോട് പറയണം. ഞങ്ങൾ ഇത്രയും പണിയെടുത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല സിനിമ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ 4 പേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും. താങ്ക് യു സോ മച്ച്. ആക്ടറിന്റെ കരിയറിൽ 1 or 2 തവണ ഇല്ലെങ്കിൽ അപൂർവമായിട്ട് 2 തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് 3 ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും. ദശാവതാരത്തില് ദശാവതാരത്തില് ഇപ്പം കമൽഹാസൻ സാറിന് ആ അപൂർവ ഭാഗ്യം കിട്ടിയ പോലെയൊക്കെ തന്നെ. അപ്പം ടോവിനോ എന്നൊരു ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ടോവിനോനെ ഈ 3 ക്യാരക്ടറിൽ നിന്നും എത്രയും മാറ്റി നിർത്താൻ കഴിയും. ഈ ക്യാരക്ടറുകളിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം ഞാനല്ലേ ഇത് ചെയ്തത്. മാത്രമല്ല അങ്ങനെ മാറ്റി നിർത്തിങ്ങനെ ശരിയാവും, ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സില്. പക്ഷെ എന്റെ പേഴ്സണൽ സെൽഫുമായിട്ട് ഈ 3 ക്യാരക്ടേഴ്സിനും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസസിൽ ഉണ്ടായിരുന്നെങ്കിൽ. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 3 ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. ചില സിനിമകളിൽ അത് ഓക്കെ, അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും, ചെയ്യാം. അപ്പൊ മിന്നലിലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആദ്യത്തെ പ്ലാനല്ല, പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത്. ആ അച്ഛൻ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത്. എനിക്കും അത് അങ്ങനെ ഡയലോഗ് ഒന്നും പറഞ്ഞ് ഞാൻ ഡബിൾ റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല. അതിന് മുമ്പൊക്കെ മറ്റേ 1 ഷോട്ടിലോ 2 ഷോട്ടിലൊക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ഡബിൾ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. മിന്നലിലായിരിക്കാം കുറച്ചും കൂടെ ഒരു കഥാപാത്രത്തിന് ഇത്തിരി കൂടി ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രം 2 വേഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ സമയത്ത്, ആ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ അങ്ങനത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റി. ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്നാൽ അടുത്ത ഒരു 3 വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ 4 വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു 3 വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല. ഞാനത് ഇങ്ങനെയാണ്, ഞാനത് ചെയ്തിട്ടുമില്ല. ചെയ്തത് നന്നാവോ, നമുക്ക് വേറെ 2 ആക്ടേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രമോഷനും എല്ലാത്തരം ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ 3 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവര് പറഞ്ഞ ഒരു കാരണമുണ്ട്. ഒരാളെ തുടങ്ങി വെച്ചിട്ട് 2ാമത്തെ ആളിനോടെ പോയി 3ാമത്തെ ആളിനെ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രസം ഈ പറയുന്ന പോലെ 3 കഥാപാത്രം 10 കഥാപാത്രം അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ്. അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അതല്ലാതെ വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? എത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് ഞാൻ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ. അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ്, ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി. നല്ലൊരു ആക്ടിംഗ് കോച്ച് ഉണ്ടായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും നിന്ന്. എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗിവ് ആൻഡ് ടേക്കിനും ഒക്കെ പറ്റിയ കലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ
നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാവാൻ പറ്റില്ല. പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു, എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു. പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ, കൊല്ലത്ത് CBN കളറിലെ ഗുരുക്കളാണ്. ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കാണ് കളരി ഒരു ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ്. എൻ്റെ തിരക്കുള്ള ആളാണ്. പക്ഷെ പുള്ളി 6 മാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിന്റെ ഗുരു അദ്ദേഹം തന്നെയാണ്. കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചേൽപ്പിച്ചുകൊണ്ട് കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല. ആദ്യ ദിവസം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കുറവായി പോയോ, എന്നെ കൂടെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൊണ്ട് പഠിപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ കുറേ പേരാണ്. ഞാൻ ഒറ്റയ്ക്ക് 3 ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂന്യത സൃഷ്ടിച്ചു ഒന്നുമില്ല. അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്കൊട്ടും പറ്റില്ല. പിന്നെ ഞാൻ ശിവജിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവുബായി സുധാകരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അത് ആധുനികമായിട്ടുള്ള ഒരു അംഗത്തല് പോലുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത്. അപ്പോൾ ആ സീൻ ശിവജിത്ത് അല്ലാതെ വേറെ ആരും ചെയ്താൽ നന്നാവില്ല. കാര്യം എന്ന് വെച്ചാൽ 1.5 വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ്. അല്ലാതെ നമ്മളൊരു അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും മോഹിനിയാട്ടം 2 തവണ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി പറയണം, അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് വരുമോ ഒന്ന് ഞങ്ങളോടെ വന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഒരു മടിയില്ലാതെ സ്വന്തം പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ്. അപ്പൊ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണമാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളതും. ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജിഗൻ അവന്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ഡിബുലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ചീഫ് അസോസിയേറ്റുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ഒക്കെ ഡിബുലേട്ടൻ ഗോതയിൽ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ശ്രീലാലേട്ടൻ നമ്മളെ മൊയ്തീൻ ചെയ്യുമ്പോൾ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ജോമൻ ചേട്ടൻ മൊയ്തീനിൽ ഞങ്ങൾക്ക് ഞാൻ സാറിനും ഇവൻ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. അതുപോലെ ഇതിന്റെ എഡിറ്റർ ഷെന്നർ അന്ന് അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ്. അതുപോലെ സുരഭി അന്ന് അതിനകത്ത് മറ്റേ മൊന്തയുമായിട്ട് വരുന്ന ആ കഥ നീ പറയണ്ടല്ലോ അല്ലെ, അപ്പൊ അതുണ്ട്. അതുപോലെ നമ്മുടെ സുധീഷ് ചേട്ടനുണ്ട്, അല്ലെങ്കിൽ ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലാം കുറെ നാളുകളായിട്ട് അനീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ ഹരീഷ് ഉത്തമൻ പുള്ളി നമ്മുടെ ഹൽക്കിയിലാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ അതിനൊക്കെ വായന നിർമ്മിച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും തമ്മിൽ അത്രയും ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അത് ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ്. അതുപോലെ ഞങ്ങള് കുറെ നാൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ 10-40 ദിവസം അമേരിക്കയിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടുമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 3 കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ മൊഴിയാട്ടം അതിൻ്റെ അകത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ. അതിന്റെ സൗണ്ട് മോഡുലേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാലഘട്ടത്തെയും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. അത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ പടം കണ്ടിട്ടുണ്ട് പറയുന്നത്? ടോനോടെ പെർസ്പെക്റ്റീവ് അല്ല, എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുചേട്ടനുണ്ടായിരുന്നു, പിന്നെ ശ്രീജിത്തുണ്ടായിരുന്നു. ശ്രീജിത്തും ശരത്തും ഒക്കെ എന്ന് വെച്ചാൽ മൊയ്തീനില് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടാണ് ഉണ്ടായിരുന്നതാണ് എൻ്റെ കൂടെ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവർ വീട്ടിലേക്ക് പോയിട്ടുള്ള കാലം എത്രയായിരുന്നു ആലോചിച്ച് നോക്കണം. ശ്രീജിത്തുണ്ടായിരുന്നു, സുചേട്ടനുണ്ടായിരുന്നു. അപ്പൊ സുചേട്ടന്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് നേരെ വ്യത്യാസമായിരിക്കും.
അപ്പൊ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ബ്രില്യൻസുകളിൽ പെടുന്ന ഒന്നാണ്. അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ശ്രീത്തും ഒക്കെ ഉണ്ടായിരുന്നു. നിശ്ചയം കഴിച്ചു വന്ന ആളാണ്. അതായത് വിവാഹ നിശ്ചയത്തിന് തന്നെ ആ സമയത്ത് പോയിട്ട് നിശ്ചയം കഴിച്ചു വന്ന ആളാണ്. അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹം പുറകിലുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മലയാളികൾക്ക് ഒരു RRR ഇല്ല, KGF ഇല്ല, ബാഹുബലി ഇല്ല, അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ AR എന്ന്? അങ്ങനെയൊന്നും നമുക്ക് അവകാശങ്ങൾ പറയാൻ പറ്റില്ല. നമുക്കെന്ന് വെച്ചാൽ നമ്മള് ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ ആകുമ്പോൾ മനസ്സിലാവും, സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതൊക്കെ ഇപ്പൊ ഈ RRR ഈ KGF-ഉം അല്ലെങ്കിൽ കാന്താരയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല. അത് തനിയെ സംഭവിക്കണം. നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത്. അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമയൊക്കെ ആകുമായിരിക്കും. അല്ല, RRR KGF എന്ന് ഒക്കെ പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാം മോഷണം ഇപ്പം ലിസ്റ്റിൻ ചേട്ടനാണ് അത് RRR എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞു. മറ്റുള്ള ഷോർട്ടാക്കി മറ്റുള്ള ARM എന്നുള്ള എന്നാ ബാക്കി പറയണം. പുള്ളിക്കാരി ഉദ്ദേശിച്ച പേരിലെ സിമിലാരിറ്റി ആണോ അതിനിങ്ങനെ അല്ല, എങ്കിലും ഇതൊരു ബ്രഹ്മാണ്ട ചിത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു എന്താണ് ലക്ഷണങ്ങളൊക്കെ ഉള്ള ശരി, നീ കണക്കാക്കിക്കോ. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. അല്ല, ബേസിക്കലി മലയാളത്തിൽ ഇപ്പൊ അല്ല, ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലാണ്ട് ബ്രഹ്മാണ്ടം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇതെന്നേ അല്ല, ഇപ്പം മലയാളത്തിൽ നടക്കുന്ന ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. മലയാളത്തിൽ നടക്കുന്ന ഇപ്പൊ മഹേഷിന്റെ ഹൃദയം എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു 10 ഇരട്ടി ബഡ്ജറ്റ്, ഇപ്പൊ 60 കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ 10 ഇരട്ടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ്. എത്ര കോടി ഉണ്ടാവും? 30 കാണത്തില്ല. 30 ഉണ്ടാവും. അപ്പൊ അതിന് 10 ഇരട്ടിയെങ്കിലും മിനിമം അത് ഇതിന്റെ 3-4 ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. മറ്റ് ഭാഷകളിൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ 10 ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും. അതിന് അതിനെയും ഇതിനെയും ബ്രഹ്മാണ്ടം കുളിച്ചാൽ എങ്ങനെയാണ് സുഹൃത്തെ? ഞാൻ മലയാളത്തില് ബേസ് ചെയ്തത്. അപ്പം അതിന്റെ അകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡ് ഉണ്ടോ? സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പ് എന്തിനാണ്? ആളുകൾ അറിഞ്ഞാൽ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ആൾക്കാര് ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്കകത്തത് ഉള്ളതെന്ന്. അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് സിനിമ നന്നാവണമെന്നുണ്ടോ? ഇല്ല. സിനിമ നന്നായാല് എന്ത് ഹൈപ്പോ റീച്ചോ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്ത് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. താങ്ക് യു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ സമയമുള്ളൂ. താങ്കളുടെ പേരിലുൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു. അപ്പൊ ഈ വേറെ എന്നുള്ള പ്രൊജക്റ്റിലും കുറെ കമന്റ് കണ്ട അച്ഛന്റെ പേര് നീ മാറ്റിയില്ലല്ലോ. അപ്പൊ ഈ ആ പേരിലുൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത്, എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അനുഭവിച്ചവർക്ക് അതിന്റെ തുടർച്ചകളാണ്. അപ്പം ടൊവിനോ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റും ഒരു പ്രസൻസും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ആ പ്രസൻസ് റിവീൽ ചെയ്യണം എന്നല്ല, പക്ഷെ റിവീൽ ചെയ്യാം. വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ലൈവിൽ പറഞ്ഞിരുന്നു, ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞോട്ടെ,
അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്മിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ലാലേട്ടനാണ്. നമുക്കതുപോലെ തന്നെ തമിഴില് ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മുടെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ് വിക്രം സാറ്. കന്നഡയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത്. ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അവരുടെ ഉള്ള ഒരു സ്നേഹം അത് ടോവി, ജിതിൻലാൽ ഇവർക്ക് സിനിമയോടുള്ള ഒരു വൈകാരികത കാരണമാണോ അതോ ARMന്റെ വിരുപ്പം കാരണമാണോ? പൊതുവിൽ സിനിമ എന്നുള്ള ആർട്ട് ഫോമിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാരണം കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നത്, അതോ പൊതുവിൽ ARMന്റെ വിരുപ്പം കാരണം? അവരുടെ നന്മയും വലിയ മനസ്സും കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരൊന്നും തന്നെ ഞങ്ങൾ. ഇവിടെ സ്റ്റേറ്റ് ഫ്രണ്ടില് തൊട്ട് ഫ്രണ്ടില്. ഈ അജയന്റെ രണ്ടാം മോഷണമാണ് ഷോർട്ടാക്കി ARM ആക്കിയത്. അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ആമെന്നാണ്, ARM എന്നല്ല. അപ്പൊ നിങ്ങൾ ഈ നെയിം ചേഞ്ച് ആക്കിയപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു? അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് ആണ്. സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല. അവർക്ക് ARM എന്ന് പറയണം, ആമെന്ന് പറയണം, അജയന്റെ രണ്ടാം ദിവസം എന്ന് പറയണം, എങ്ങനെ പറഞ്ഞിട്ടും കുഴപ്പമില്ല. സിനിമ കണ്ടാൽ മതി. നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ AR എന്നാക്കിയത്. അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാള് കാണിച്ചിട്ടാണ് ഈ ARM എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു ആമാണ്. അപ്പൊ അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഡയറക്ടറിനോട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് അല്ലെ എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതേപോലെ സുരഭി ചേച്ചിനെ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമയിലൊന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല. അപ്പം എന്താ ഐ അപ്രിഷിയേറ്റ് യു ഫോർ കാസ്റ്റിംഗ് ഹർ. അല്ല അങ്ങനെയല്ല, അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് ചെയ്യുന്നത്. അധികം കണ്ടിട്ടില്ല. നമുക്ക് അതെ നമ്മുടെ സിനിമയ്ക്കായിരുന്നു ആവശ്യം, അത് സുരഭിക്ക് ചെയ്തു. സുരഭി ചേച്ചിയാണെങ്കിൽ അല്ല അത് സിനിമയ്ക്കായിരുന്നു സുരഭീന ആവശ്യം. കറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്ന്. അല്ല, കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പം ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ 2 ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു, ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഫോർമാലിറ്റി അമ്മൂമ്മയായിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. പിന്നെ ആലോചിച്ച് വന്നവന് നായികയും കൂടെ ആയതാണ് അമ്മൂമ്മ ക്യാരക്ടർ. ആദ്യം അമ്മൂമ്മയായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു. അമ്മൂമ്മയായിട്ടും നായികയായിട്ടും ഒരേ സമയം അഭിനയിക്കാൻ പറ്റുന്ന ചുരുക്കത്തിൽ നടിമായിട്ടുള്ള ഒരാളാണ് എന്നൊരു ഒരു ഖ്യാതി കൂടി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിസൺ സാറിനോടുള്ളത്. സമയത്തിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇൻട്രപ്റ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ഹാപ്പിയാണ്. അല്ല, ഞാൻ ഈ 3D കണ്ടന്റ് എല്ലാം ഇപ്പോഴാണ് പോയത്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോൾ 3Dക്ക് മാത്രം ചെറിയൊരു താമസം വരും. ഗൂഗിൾ എല്ലായിടത്തും അപ്ലോഡായി. യൂസോ ബോംബെയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചെറിയൊരു താമസം വരും. ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കിട്ടിയത്. ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസർ ഓഫീസറുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത്. ഇവർ കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ 100% ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അല്ല, ഇന്നൊരു ദിവസം കൂടെ പുള്ളിക്ക്
ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ. ആ അവകാശം പുള്ളിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കരുത്. ടെൻഷൻ എടുക്കും. Thank you so much, ARM team members. 3D ഉണ്ട്, 2D ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് 2D കാണാം. 2D കാണേണ്ടവർക്ക് വീണ്ടും 2Dയും 3Dയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് 3D വീണ്ടും കാണാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും. ഇനിവേ ഈ പറയുന്നത് ചുമ്മാതെ അല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ. യെസ്, അപ്പൊ നാളെ സിനിമ 2Dയിലും 3Dയിലും റിലീസ് ചെയ്യാണ് ഇൻ 5 ലാംഗ്വേജസ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ വളരെ പെട്ടെന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം.